അതിൽ ബിജെപിക്ക് ഏറ്റവും വലിയ ദുരന്തമുണ്ടാകാൻ പോകുന്നത് അങ്ങ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് എതിരെയാണ് പ്രധാനപ്പെട്ട മഠാധിപതികളെല്ലാം നീക്കം നടത്തുന്നത്. അത് തീർച്ചയായിട്ടും ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് നിങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ അംഗീകരിക്കാൻ അവിടെയുള്ള മഠാധിപതികൾ തയ്യാറാകുന്നുണ്ട്. നരേന്ദ്രമോദിയെ അംഗീകരിക്കാൻ ഇന്ന് നമ്മുടെ വാരണാസിയിലെ റാലികളാണ്. നമ്മുടെ മഠാധിപതിയായ ശങ്കരാചാര്യ മഠാധിപതികൾ നേരത്തെ അദ്ദേഹം വാരണാസിയിൽ നരേന്ദ്രമോദിക്ക് ഒരു പ്രചരണത്തിലിറങ്ങി. മറ്റ് ഈ മഠാധിപതികൾ ഈ കുപ്രചരണങ്ങളെ നീങ്ങുന്നു. മുസ്ലിം ഷിയ സമുദായം മുഴുവൻ പ്രചരണത്തിലാണ്. അത് ഇടതുപക്ഷവും വലതുപക്ഷവും കുപ്രചരണം നടത്താം. അത് കേരളത്തിൽ ഇത്തവണത്തെ മെയ് 16 അത് ഇടതുപക്ഷത്തിന് ശക്തമായ അടി തന്നെ ഉണ്ടാകും. അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പോവുകയാണ്. ഈ ഒരു ഞാൻ പറയാം, അധികാരത്തിൽ കയറി കഴിയുമ്പോൾ ഇവർക്ക് പേടി, ഇവർ എന്തുകൊണ്ടാണ് പേടിക്കുന്ന? അഴിമതിക്കാരും ഈ പല പല കേസിൽപ്പെട്ടവരുമാണ് മോദിയെ വരാൻ തയ്യാറ്. മോദി ശക്തമായിട്ട് പറഞ്ഞു, അഴിമതി നടത്തിയത് ബിജെപിയിൽ നിന്നാണോ എവിടെ നിന്നാണെങ്കിലും ആ അഴിമതിക്കാരുടെ സ്ഥാനം ഈ ജയിലിനകത്തായിരിക്കുമെന്ന് ശക്തമായി പ്രഖ്യാപിച്ചു. ഏതൊരു പാർട്ടിയുടെ പ്രധാനമന്ത്രിക്ക് സ്വന്തം പാർട്ടിയിൽ പോലും അഴിമതി നടത്തിയവരുണ്ടെങ്കിൽ അവർ ശിക്ഷ വാങ്ങിക്കും മുന്നോട്ട്. അതിനോട് ചരട് വരികയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പെട്ട് അഴിമതിയുടെ കാര്യത്തിലൊന്നും പറയട്ടെ. ഇപ്പൊ ദുർഗാദാസ് പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ബിജെപിക്ക് ദേശീയ തലത്തിൽ ഇത്തരത്തിൽ സ്വീകാര്യത ലഭിക്കുന്നു? ഒറ്റ ഉത്തരം